എല്ലാവർക്കും പ്രൊമോ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിർമ്മലും നന്ദയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ് കാണിക്കുന്നത്. നന്ദുമോൻ ഗൗതം സാറിൻ്റെയും പിങ്കിയുടെയും മകനല്ല, അവനൊരു അനാഥനാണ് എന്നൊക്കെ നന്ദ പറയുന്നുണ്ട് നിർമ്മലിനോട്. ഇത് കേട്ടുകൊണ്ട് നന്ദുമോൻ നന്ദയുടെ പുറകിലായിട്ട് നിൽക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട നന്ദുമോന് ഒരുപാട് വിഷമം ഉണ്ടാകുന്നു. അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നാലും വൈകിട്ട് മോനെ വിളിക്കാൻ വേണ്ടി എത്തുന്നത് പിങ്കിയാണ്. പിങ്കി ഒരുപാട് സ്നേഹത്തോടെ മോനെ എന്ന് വിളിക്കുന്നു. എന്നിട്ട് മോനെ എന്ന് വിളിച്ച് സംസാരിക്കുമ്പോഴും നന്ദുമോൻ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല പിങ്കിയെ. പിങ്കി ഇങ്ങനെ തട്ടി മാറ്റിക്കൊണ്ടാണ് നന്ദുമോൻ പോകുന്നത്. നന്ദയും മോനെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്, പക്ഷെ രണ്ടുപേരെയും നന്ദുമോൻ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. നന്ദുമോൻ അവർ രണ്ടുപേരെയും മൈൻഡ് ചെയ്യാതെ അങ്ങ് ഇറങ്ങി പോവുകയാണ് പുറത്തേക്ക്. എന്നിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു നന്ദുമോൻ. പക്ഷെ നന്ദയുടെ അവിടെ നിന്ന് പിണങ്ങിയാണ് നന്ദുമോൻ ഇവിടേക്ക് എത്തിയത്. ഇവിടെ വന്നിട്ട് ആരടുത്തൊന്നും മിണ്ടാതെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. ഗൗതവും പിങ്കിയും കൂടെ നിർബന്ധിച്ച് ചോദിക്കുവാണ്, എന്താ മോനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഞാൻ ഈ ഫാമിലിയിലെ മെമ്പർ അല്ലല്ലോ, ഞാൻ അനാഥനാണ്, ഞാൻ അതൊക്കെ അറിഞ്ഞുവെന്ന് നന്ദുമോൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഗൗതവും പിങ്കിയും ഒന്ന് ഞെട്ടി നിൽക്കുന്നു. പിന്നെ അവർക്കത് ഭയങ്കരമായിട്ട് സങ്കടമാകുന്നുണ്ട്. ആ സമയം ഗൗതം ചോദിക്കുന്നുണ്ട് നന്ദുമോനോട്, സത്യം പറ മോനെ, നിന്നോട് ഇതാരാ പറഞ്ഞത്, ഇതെല്ലാം എങ്ങനെ ഇതൊക്കെ അറിഞ്ഞെന്ന് ഗൗതം നന്ദുമോനോട് ചോദിക്കുന്നുണ്ട്. ആ സമയം നന്ദുമോൻ പറയുവാണ്, ഇത് പറഞ്ഞത് ഡോക്ടർ ആൻറ്റിയാണ്, അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഏതായാലും അത്രയൊക്കെ പറഞ്ഞിട്ട് നന്ദുമോൻ പിണങ്ങിപ്പോയി ബാത്റൂമിൻ്റെ ഡോർ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത് കാണുന്ന പിങ്കിക്ക് ഭയങ്കരമായിട്ട് സങ്കടമാകുന്നുണ്ട്. ഭയങ്കരമായിട്ട് അലറി വിളിച്ച് കരയുന്നൊക്കെ ഉണ്ട്. നന്ദുമോൻ ഇങ്ങനെ കാണിച്ചത് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല അവർക്ക്. ബഹളങ്ങളെല്ലാം കേട്ട് ലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ലക്ഷ്മി നോക്കുമ്പോഴത്തേക്ക് പിങ്കി കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. ലക്ഷ്മിയെ കാണുന്നതും നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്ന് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. പിങ്കി ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ആകെ എല്ലാവർക്കും ഇതൊരു വിഷമാകുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് വെച്ചാൽ ഗൗതം നന്ദയെ വിളിക്കുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് ഗൗതം നന്ദയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എങ്ങനെ തോന്നിയടി എൻ്റെ അടുത്ത് ഇത്രയും വലിയൊരു ചതി ചെയ്യാൻ? നിന്നെ കൂടുതൽ അടുപ്പിക്കരുതെന്ന് ഈ വീട്ടിലെ എല്ലാവരും പറഞ്ഞതാണ്, അത് ഞാൻ കേട്ടില്ല. ഇതിനുള്ള ശിക്ഷ നീ എനിക്ക് തന്നു കഴിഞ്ഞു എന്നൊക്കെ ഗൗതം പറയുന്നുണ്ട് നന്ദയോട്. നന്ദയ്ക്ക് ഇത് എന്താണ് കാര്യമെന്ന് അറിയാതെ അന്തം വിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ എന്താ നടക്കുന്നതെന്നൊക്കെ ആലോചിച്ച് നന്ദ ഒന്നും അറിയാതെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം കേട്ട് വിഷമിച്ച് നിൽക്കുന്ന നന്ദയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ വീഡിയോ കഴിയുന്നത്.